നാളെ മുൻമമ്മന്റെ വീടിന്റെ കുറ്റൂസ. ഞാൻ വിചാരിച്ച് വീടിന്റെ ഉള്ളില് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇടാന്ന്. ഇതാണ് കേട്ടോ വീടിന്റെ ഫ്രണ്ട് ഭാഗം. സാധനങ്ങളൊക്കെ കൊടുന്ന് വീടിന്റെ സൈഡില് പരത്തിട്ടേക്കുന്നതാണ്. ഇതൊക്കെ ഒതുക്കി സെറ്റാക്കണം. ഇതാണ് കേട്ടോ എൻ്റെ ആപ്പച്ചി ഇവിടെ കൊട്ടത്താളം ഉണ്ടാക്കാണ്. എൻ്റെ അപ്പച്ചിക്ക് എല്ലാ പണി അറിയാം. ആപ്പച്ചി സൂപ്പറാ. ഡഫിന്റെ വക കൊടുത്തതാണ്. വീടിന്റെ ഉള്ളിൽ ആകെ കച്ചറായി എടുക്കാൻ ട്ടാ. ഇതൊക്കെ ഇനി വൃത്തിയാക്കി എടുക്കണം. വീട്ടു സാധനങ്ങളൊക്കെ ഓരോന്ന് എത്തി തുടങ്ങുന്നുള്ളൂ. വെച്ചതാ കുറെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണ്. ഇമ്മമ്മന്റെ ഫ്രണ്ട്സുകളാണ് ട്ടാ. അവര് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഉള്ളി പൊളിക്കാണ്. അപ്പം അതാ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എത്തിയിട്ടുണ്ട്. അപ്പച്ചി ഇതാർത്ത പണി പെയിന്റും പണി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര പണിയിലാണ്. പണിയെടുക്കുക അഭിനയിച്ച വീടിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ കോട്ടിയാട് ഉണ്ട് കേട്ടാ. അവിടെ പുല്ല് വിരിക്കാനുള്ള പണിയാണ് ഉമ്മച്ചിയും മഫിയും. അത് വിരിച്ചപ്പോൾ നല്ല അടിപൊളി അയച്ചിട്ടുണ്ട്. ഞങ്ങൾക്കപ്പ കളിക്കാനുള്ള ഒരു സ്ഥലമായി. അപ്പൊ അതാ സാധനങ്ങൾ അയച്ച അടുത്ത വണ്ടി വന്ന്. സോഫന്റെ പാർട്സ് ആണ് ഇങ്ങനെ കൊണ്ടു വെക്കണത്. ഈ വണ്ടിയിൽ നിന്ന് ഓരോന്നെടുത്ത് മുറ്റത്താണ് വെക്കണത്. ഉള്ളിൽ വെക്കാനയച്ചില്ലേ, ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യണ്ടേ. പിന്നെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഇൻസ്റ്റയിലാക്കാൻ ആള് വന്ന്. ഫ്രിഡ്ജ് തുറന്നിട്ട് അതിന്റെ വർക്കിംഗ് ഒക്കെ പറഞ്ഞു കൊടുക്കാണ്. പിന്നെ കിച്ചണിന്റെ പണി എല്ലാരും സെറ്റ് ചെയ്യാൻ നിന്നിട്ടാ. പൊടിയും സാധനങ്ങളൊക്കെ പത്രത്തിലാക്കാൻ തുടങ്ങി എല്ലാരും കൂടിയ. കുറെ പത്രങ്ങളും എല്ലാം ഉണ്ട് കേട്ടാ. സുമി മാമിന്റെ ഉമ്മച്ചിയും താത്തയും എല്ലാരും ഉണ്ടായിരുന്നു. ഞങ്ങളും ഹെൽപ്പ് ചെയ്യാൻ നിന്ന്. അങ്ങനെ തുടങ്ങി ഓരോ പണി അയച്ചു. അപ്പോത്തിന് സോഫ ഒക്കെ സെറ്റാക്കി വെച്ചിന്ന്. സോഫമേല് ഇപ്പപ്പോ ഇമ്മമാരും സ്ഥലം പിടിച്ച്. പിന്നെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ പാത്രം സെറ്റ് ചെയ്യായിരുന്നു. കുറേ പുതിയ പാത്രങ്ങളൊക്കെ കണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ കറങ്ങി വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ കർട്ടൻ്റെ ആൾക്കാരൊക്കെ കർട്ടന് ഫിറ്റ് ചെയ്യുന്നു. നല്ല രസമുള്ള കർട്ടനാണ്. അങ്ങനെ അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അവർ പോയി. അപ്പോത്തിന് ആപ്പച്ചി വേറെ പണി എടുക്കുന്നുണ്ട്. ആപ്പച്ചി ഫാൻ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഫാന് റിമോട്ട് വെച്ചാണ് ഓണാക്കല്. ആപ്പച്ചി എന്തൊക്കെയോ ചെയ്ത് ഫിറ്റാക്കി. അപ്പോത്തിന് രാത്രി ആയിട്ടാ. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മുറ്റത്തെ സ്റ്റെപ്പിൽ കുറച്ച് ചെടിയൊക്കെ വെച്ച് വിൻഡോസും ഡോറൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്ത് അങ്ങനെ വീടൊക്കെ റെഡിയായി. വീടിൻ്റെ ഉള്ളൊക്കെ ജസ്റ്റ് അങ്ങോട്ട് കാണിച്ചു തരാം. അപ്പം ഇതൊക്കെ കാണിട്ടാ. ബാക്കി നാളത്തെ വീഡിയോയിൽ കാണാം. ഇപ്പം തന്നെ ലയിച്ചാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ബൈ ബൈ. ഇപ്പം ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ചാ ബൈ ബൈ. ഗുഡ് നൈറ്റ്.